Assalamualaikum, welcome to Yummy Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പുഡിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അത് ലെമൺ പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ലൊരു ചീസ് കേക്ക് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആട്ടോ ഈ പുഡിങ്ങിന്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും സെപ്പറേറ്റ് എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. എഗ് വൈറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം തന്നെ. അപ്പോൾ ഇത് രണ്ടും ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് വൈറ്റ് നമുക്കിതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ വേണ്ടത് ലെമണാണ്. അപ്പോൾ ഒരു ലെമണിൻ്റെ സ്കിന്ന് ഇതുപോലെ പീൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിന് വൈറ്റ് പെടാത്ത രീതിയിൽ വേണം പീൽ ചെയ്തെടുക്കാൻ. വൈറ്റ് പെട്ടാൽ കയ്പ്പ് രസം വരും. അപ്പോൾ അതുപോലെ ഞാനെല്ലാം ആ ലെമണിൻ്റെ ഫുള്ള് ഞാൻ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ. അപ്പോൾ കുറച്ച് മെൽറ്റായിട്ടുള്ള ബട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാവും. അല്ലെങ്കിൽ പഞ്ചസാര ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ പഞ്ചസാര തെറിച്ച് പുറത്തേക്ക് ചാടും. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കാം. അതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ച എഗ് യോക്കില്ലേ, അത് 2 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 3 കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ആ 1 കപ്പ് പാല് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അത് ഞാൻ കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഈ ലെമൺ വെച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ ഓറഞ്ച് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഓറഞ്ചിൻ്റെ ഇതുപോലെ സ്കിന്ന് പീൽ ചെയ്തെടുക്കുക, വൈറ്റ് പെടാത്ത രീതിയിൽ ചെയ്തെടുക്കുക. അതുപോലെ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നതിന് പകരം ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാം. ഈ സ്കിന്ന് ലെമണിന് പകരം ഓറഞ്ചിൻ്റെ സ്കിന്ന് ഇട്ടാൽ മതി, പീൽ ചെയ്തിട്ടാൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് എല്ലാം കൂടി യോജിപ്പിക്കാം. കുറച്ച് ലൂസായിട്ട് വെള്ളം പോലെ ഇട്ടതിരിക്കുക ഉണ്ടാവുക. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ലെമണിൻ്റെ പീൽ ചെയ്ത് വെച്ചതില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ലെമൺ പീൽ ചെയ്തത് ഇപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളെന്താ വെച്ചാൽ വൈറ്റ് പെടാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ കേട്ടോ. കയ്പ്പ് വരും, അല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മിക്സിലേക്ക് നമുക്ക് എഗ് വൈറ്റ് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഇല്ലേ, ഫ്രിഡ്ജിൽ വെച്ചിരുന്ന എഗ് വൈറ്റ് ഇട്ടിട്ട് ഇതിലേക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം മിക്സാക്കി ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ബേക്കിംഗ് ഡിഷിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ ട്രേയിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ പുഡിങ് ഒഴിക്കാനുള്ള ട്രേയിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ തന്നെ 45 to 50 മിനിറ്റ്സ്, അത് ഓരോരുത്തർ ഓവനനുസരിച്ച് ചിലപ്പോൾ ഡിഫറൻസ് വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളർ വരും. ആ ഒരു രീതിയിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ഫ്ലേവറിലും ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.